ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ പള്ളിയിലൊക്കെ പോയി വന്നതിന് ശേഷം 11 മണിയൊക്കെ ആകുമ്പോഴാണ് വീഡിയോ ഇടാറ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പള്ളിയിൽ നിന്നേ വരുമ്പോൾ കുറേ ലേറ്റാവും. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ പോകുമ്പോഴും ലേറ്റ് ആവണ കാരണം രാവിലെ തൊട്ടുള്ളതാവാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഞാൻ രാവിലെ തൊട്ടുള്ള വീഡിയോസ് ഇടുന്നത് കേട്ടോ. പിന്നെ മാർക്കറ്റിൽ പോക്ക് ഇല്ലല്ലോ, മാർക്കറ്റിൽ പോക്കിന് നോയമ്പല്ലേ. അപ്പോൾ മറ്റേത് അത് തൊട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാറ്. അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷം, മഴയുമില്ല വെയിലുമില്ല. അങ്ങനെയുള്ളൊരു ക്രിസ്മസിൻ്റെ ആ സമയത്തുള്ള അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഏറ്റവും സുഖമുള്ളൊരു മാസമാണല്ലോ, കാറ്റും ഒക്കെയുള്ള ഒരു മാസം. അപ്പോൾ ഡിമ്പിൾ വിതച്ച ഇവിടെ കടുകൊക്കെ ഉഷാറായിട്ട് നല്ല തിങ്ങി വളർന്നുണ്ട് കേട്ടോ. ചാമ പറ്റിച്ചു, ചാമ ഉണ്ടായില്ല, ചാമയോ തേനയോ എന്തോ. ഉലുവ പേരിന് അങ്ങോട്ട് മുളച്ചുള്ളൂ, പക്ഷേ കടുക് ഉഷാറായിട്ടോ. അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ പിന്നാക്കം കൗണ്ട് ഡൗൺ തുടങ്ങി. ഇനി 2 ദിവസമുള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മളുടെ വലിയ ദിവസമായി. അങ്ങനെ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളാണ്. അങ്ങനെ എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരുങ്ങി തുടങ്ങി. വീടും പരിസരവും ഒക്കെ ഒരുവിധം അങ്ങോട്ട് ക്ലീനായിട്ടോ. ഇനി ചട്ടികളിൽ കുറച്ച് ചെടി വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട മാല അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല. നാളെ വേണം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അടുക്കള ഭയങ്കര ക്ലീനായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്നലെ വീഡിയോസ് കണ്ടിട്ട് കിച്ചൺ നല്ല ക്ലീനായി എന്ന് പറഞ്ഞു. അതുപോലെ എന്നോടൊരു സജഷൻ ഉണ്ടായിരുന്നു, കിച്ചൺ ടവൽ മാറ്റിക്കോളൂ എന്നുള്ളത് കേട്ടോ. അപ്പോൾ സംഭവം എന്താ എന്ന് വെച്ചാൽ, തുടയ്ക്കുന്ന തുണി ഞാൻ പല ടൈപ്പ് തുണികളുണ്ടെങ്കിലും എനിക്കത് അതുകൊണ്ട് ആവുമ്പോൾ കുട്ടികൾക്കായാലും വാഷ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഒരു കളി കിട്ടുമല്ലോ നമ്മൾ ഇത് കഴുകുമ്പോൾ. ഇതാവുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ലിനൻ പാറ്റേൺ ആണ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വാഷ് ചെയ്ത് ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും കേട്ടോ. പിന്നെ മറ്റേ തോർത്തിടുന്നത്, ടവലിടുന്നത് എന്താണെന്ന് വെച്ചാൽ, എങ്ങനെ വന്നാലും ഇവരറിയാണ്ട് ഈ സാധനം കൊണ്ടുപോയിട്ട് മേശയൊക്കെ തുടയ്ക്കും. അപ്പോൾ എന്താ പറയുക, മുഖം തുടയ്ക്കുന്നതിനേക്കാൾ ഉപരി ഇത് കൈ തുടയ്ക്കുക, അത്രേ അത് ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പഴയ തോർത്തുകളിടുന്നത്. ടർക്കിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കരിമ്പനടിച്ചിട്ട് ഭയങ്കര വൃത്തികേടാണ് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കളറിൻ്റെ തോർത്തും കാര്യങ്ങളിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ വലിച്ചു വരി ഇട്ടേക്കായിരുന്നു, നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ വാഷിംഗ് മെഷീനിൽ ആദ്യം തുണി അലക്കാട്ടു. അതിൻ്റെ പിന്നാലെ കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി. കാരണം 2-3 ദിവസമായിട്ട് മുഴുവൻ വലിച്ചു വരി ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഡിമ്പിൾ കുറച്ച് ഇന്നലെ ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടാണ്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ അത് വാഷ് ചെയ്തിട്ടു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പകുതി ഇട്ടിട്ട് പകുതി പള്ളിയിൽ പോകുമ്പോഴേക്കും ഡിമ്പിൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ സമയമുണ്ട്. അപ്പോൾ ഞാൻ ദോശയും ചമ്മന്തിയും സാമ്പാറുമാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ നോക്കിയപ്പോൾ സമയമുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി, നമ്മുടെ പാച്ചൂട്ടൻ്റെ കുറേ കുട്ടി ടവലുകൾ, ട്രൗസറുകളും ബനിയനുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തോരയിട്ടു. എന്നിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഞാൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാംഗോൻ്റെ പൾപ്പ്. അപ്പോൾ അതും നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിൽ കൂടെ നല്ലോണം ബ്ലെൻഡ് ചെയ്ത് ഐസ്ക്രീമിൻ്റെ ഒരു ടെക്സ്ചറിലെടുത്തിട്ട് കുറച്ച് ഈ ബോക്സിലും ഇട്ട് വെച്ച് നല്ല ഫ്ലഫി ആയിട്ട്, നല്ല എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഞാൻ ഇത് നമ്മുടെ അമൂലിൻ്റെ ബോക്സാണ് കേട്ടോ. അപ്പോൾ അതിലേക്കും ഞാൻ ഒഴിച്ചു വെച്ചു. കാരണം പാച്ചുവിന് മറ്റോണം കൊടുക്കുമ്പോൾ വലിയ ഇഷ്ടമില്ല. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഡോണിന് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, ഡോണിന് ഇങ്ങനത്തെ സംഭവമൊക്കെ വലിയ ഇഷ്ടമാണ്. ഡിമ്പിൾ തൊടില്ല കേട്ടോ ഇതൊന്നും, ഡാഡിക്കും ഇഷ്ടമാണ്. എന്നാലും ഡോണാണ് മെയിനായിട്ട് ഇതൊക്കെ കഴിക്കുന്ന ആൾ. അപ്പോൾ അതുകൊണ്ടാണ് ഡോൺ മാത്രമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഡിമ്പിളുടെ സ്വതവേ ഉള്ളത്, അവൾ പോണതിൻ്റെ മുമ്പ് വീടും റൂമും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകാമെന്നുള്ളത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയായാലും അങ്ങനെയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകായാലും അങ്ങനെയാണ്. ഫുൾ ക്ലീൻ ചെയ്തിട്ടാണ് മൂപ്പര് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പോവുള്ളൂ കേട്ടോ. അപ്പോൾ പാച്ചു പതിവില്ലാണ്ട് എൻ്റെ മടിയിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുക. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ വേറെ ആരും ഇല്ലാത്ത കാരണം അവന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര കൊഞ്ചലാണ്. അപ്പോൾ സെൽഫി എടുക്കണപ്പോൾ ഫോണിൽ നോക്കിയിട്ട് കൊഞ്ചണത് കാണുന്ന കേട്ടോ. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സ് മാറിയില്ല. കാരണം ഇവിടെ നിന്ന് നേരെ ഇനി പോണത് ലുലുവിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ ഒരു ഡ്രസ്സ് മാറൽ വേണ്ട വെച്ചിട്ട് ഞാൻ നേരെ വന്ന് അവിടെ ഇരുന്നു. ഡിമ്പിളിനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഡിമ്പിളും കൂടി ഓക്കെ ആയി കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ എന്നിട്ട് ബ്രോ ഡാഡി അങ്ങോട്ട് ഫിലിം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഞാനും കുറച്ച് നേരം അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഡിമ്പിളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മാറി പോയത് കേട്ടോ. അപ്പോൾ
എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റോബോട്ടിനെ ഇറക്കി വിട്ടു. കാരണം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ വെച്ചിട്ട് ഫുൾ ക്ലീൻ ചെയ്തോട്ടെ ഒന്ന്. അപ്പോൾ അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്രിസ്മസിൻ്റെ തൊട്ട് മുമ്പ് ഫുൾ ക്ലീൻ ചെയ്ത് പിറ്റേ ദിവസമാണ് പൈപ്പ് പൊട്ടി എന്നുള്ള പ്രശ്നം വന്നതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തതിൻ്റെ 3 ഇരട്ടി ചളി അകത്തായതും. അപ്പോൾ ഇന്ന് ഫുള്ള് എന്താ പറയുക, അടിച്ച് കഴുകിയ പോലെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണം. ഈ വർക്ക് ഏരിയ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് റോബോട്ടിനെ ഇറക്കി വിട്ടത്. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് അവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിക്കോളുമല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. വെള്ളം ഇങ്ങനെ 2 നേരം കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. അപ്പോൾ അങ്ങനെ 1:30 ആയപ്പോഴേക്കും ഞങ്ങളിതാ ലുലുവിലേക്ക് പോകാനായിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് ലുലു എന്ന് വരുന്നുള്ളൂ കേട്ടോ. വയൽ പുറപ്പെട്ടു. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 കിലോമീറ്ററോളം ഒക്കെ ഉള്ളൂ കേട്ടോ നമുക്ക് അവിടേക്കുള്ള ദൂരം. അപ്പോൾ വഴി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹൈവേ നടത്തറ സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഹൈവേയിലേക്ക് കിടക്കുമല്ലോ. ഹൈവേയിലേക്ക് കിടന്ന് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു സർവീസ് റോഡുണ്ട് പാലത്തിൻ്റെ അതിൽ കൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈലൈറ്റ് മാളിൽ നിന്ന് കാണാം. പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും അവിടെ മറ്റേ ബ്രിഡ്ജിൻ്റെ കെട്ടിയതായി കണ്ടത്. അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വശമാണ് ഹൈലൈറ്റ് മാൾ കേട്ടോ. അങ്ങനെ ബ്രിഡ്ജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ കുട്ടല്ലൂർക്ക് തിരിയുന്നത്. ആ തിരിയുമ്പോഴാണ് റൈറ്റിൽ ഈ ഹൈലൈറ്റ് മാൾ. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ ശരിക്കും 2 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്, മാക്സിമം 2.5, അതിൽ വിട്ട് ഇല്ല കേട്ടോ. അത്രയും തൊട്ടടുത്താണ് ഹൈലൈറ്റ് മാൾ നിൽക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഇന്നലെ ഡോണും പിള്ളേരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെയല്ല, മിനിയാന്ന് തോമു പോണതിൻ്റെ മുമ്പ് ഫസ്റ്റ് ഡേ തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്നേ വണ്ടികളുടെ നല്ല തിരക്ക്. അപ്പോൾ ഇന്നലെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര തിരക്കാന്നുള്ളത്. നമ്മളുടെ റോഡൊക്കെ ബ്ലോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വശം മുഴുവൻ. ഇതിപ്പോൾ അവിടുത്തെ തിയേറ്ററാണ്, ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ശരിക്കും ഫ്രണ്ട് ഭാഗം ഇങ്ങനെ വരുന്നത്. അവിടെ നിന്ന് നേരെ നമ്മൾ പാർക്ക് ഇവിടെയൊക്കെ കണ്ടു നിറച്ച് വണ്ടികൾ, ഭയങ്കര തിരക്ക്. എന്തൊരു പെട്ടെന്ന് ആ ഏരിയ ഭയങ്കര പോഷ് ഏരിയ ആയി മാറിയെന്നറിയോ. ശരിക്കും എന്താ പറയുക, ഭയങ്കര തിരക്കുള്ളൊരു വഴിയായി. അപ്പോൾ ഇന്നലെയൊക്കെ ഡോൺ പറയുന്നുണ്ടായിരുന്നു നടത്തറ തൊട്ട് ബ്ലോക്കാണ്. കാരണം ആ ഹൈവേ കൂടെ വന്നിട്ടാണല്ലോ ഇവിടേക്ക് കിടക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളാണ്. നല്ല എന്താ പറയുക, ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തിലൊക്കെ നമ്മൾ പറയില്ലേ വില കൂടിയെന്ന് പറയില്ലേ, അതുപോലെ ഇത്തിരി ഒരു ഡിമാൻഡ് കൂടി ഞങ്ങളുടെ ഏരിയയൊക്കെ കേട്ടോ ഈ ഹൈലൈറ്റ് മാൾ വന്നോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചാൽ എൻട്രൻസ് കയറി പാർക്കിങ്ങിൻ്റെ അവിടേക്ക് പോണ വഴിയാണ്. ഇവിടെയൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ, മുഴുവനൊന്നും ആയിട്ടില്ല. പക്ഷേ ലുലു മാളും അകത്ത് ഭയങ്കര ആക്റ്റീവാണ്. പുറമേ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഇതിലൊന്നും ഇല്ലേന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ശരിക്കും അത് കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയാറുണ്ടല്ലോ, ആൻറ്റി കയറുമ്പോൾ കാണിക്കണേന്ന് പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത് ഇവിടെ വരാൻ പറ്റാത്തവർക്കും കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ശരിക്കും ഇങ്ങനെ വന്നു. ശരിക്കും ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് എവിടെയാണ് എന്താണെന്നൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോൺ ഒരു ദിവസം വന്നതുകൊണ്ട് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് മാത്രം. അങ്ങനെ നമ്മളുടെ ഇത് 4 നിലയിലാണ് പാർക്കിംഗ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇത് തൊട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി ഞങ്ങൾ മുകളിൽ വരെ എത്തിയിട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മളങ്ങനെ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർക്കോ ബോംബെയിലേക്കോ പോകുമ്പോൾ ഇതുപോലെ പാർക്കിംഗ് ഉണ്ടാവാറുണ്ട് മുകളിൽ. അതെങ്ങനെ വെച്ചാൽ ഇങ്ങനെയല്ല, കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാവുന്ന ഒരൊറ്റ വഴി ഉണ്ടാവാറുള്ളൂ. ഇത് നല്ല എന്താ പറയുക, നല്ല വിസ്താരമുള്ള വഴി. പക്ഷേ ഒരു ദോഷം എന്താണെന്ന് വെച്ചാൽ എക്സിറ്റും എൻട്രി ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വരുമ്പോൾ ഒരു തപ്പലുണ്ടാവും. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് ഡോൺ ഞാൻ പറഞ്ഞില്ലേ, ഡോൺ പോയതുകൊണ്ട് നമുക്കത് മനസ്സിലായി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ മുൻപിലൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടയർ പഞ്ചറായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ടെൻഷനായിരുന്നു. നമ്മുടെ മുമ്പിൽ ആ വണ്ടി ഉണ്ട്, എന്തെങ്കിലും കാരണവശാൽ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞ് ഇത്രയും ഉയരത്തിലേക്കാണ് പോണത്, അവർ ശരിക്കും കഷ്ടപ്പെടും എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പം നമ്മൾ ഇറങ്ങിയ വഴിക്ക് അവരോട് പറഞ്ഞു കേട്ടോ അത് ഇങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തു നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് പൊക്കൾ ഇങ്ങനെ കുറവായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മതിലിൻ്റെ മുകളിൽ കൂടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോൺ മാത്രം താഴത്തേക്ക് വെച്ച് എടുത്ത വ്യൂ ആണിത് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഞാനും ഈ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ക്യാമറയിൽ കൂടെയാണ് കണ്ടത്. എനിക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കാനായിട്ടുള്ള ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ പാച്ചു എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ സ്വാതന്ത്ര്യത്തോടു കൂടി ഡോണങ്കയുടെ കൈ പിടിച്ച് നടക്കും. ഇപ്പോൾ ഡോൺ എന്ന് വിളിക്കാം. അപ്പോൾ ഡോണിൻ്റെ കൈ പിടിച്ചിട്ട് അവൻ ഭയങ്കര ഗമയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് കയറി വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാം, എന്നിട്ട് ബാക്കി എവിടേക്കെങ്കിലും
തിരിഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പോയത് ഫുഡ് കോർട്ടിലേക്കാണ്. പക്ഷേ ഫുഡ് കോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ, നിറച്ച ആൾ. എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കണ്ടപ്പോൾ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ തൊട്ടടുത്ത് ഒരു സംഭവം വന്നപ്പോൾ എന്താ പറയുക, എല്ലാവരും അവരവരുടെ ഫാമിലീനെയും കൊണ്ടുവന്ന് അത് കാണിക്കാൻ വരിക, അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, അവരൊന്നിച്ചിരുന്ന് കഴിക്കുക. എനിക്കാച്ചാൽ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. ഫാമിലി ഒന്നിച്ച് പോവുക വരിക, ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളും ഈ പറഞ്ഞ പോലെ കുറേ നാളായിട്ടുണ്ടായിരുന്നു 4 ആൾ കൂടിയിട്ട് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട്. അങ്ങനെ പോകുന്ന പോക്കിലൊക്കെ കണ്ടമാനം പരിചയക്കാരെ കണ്ടിരുന്നു കേട്ടോ. നമുക്ക് ഓരോ പരിചയമുള്ള മുഖം, പ്രത്യേകിച്ച് തൃശ്ശൂർ തന്നെയാണല്ലോ. തൃശ്ശൂർ തന്നെയാകുമ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാർ തന്നെയാണല്ലോ ഉണ്ടാവുക. അതേസമയം എറണാകുളത്തും പാലക്കാടൊക്കെ പോകുമ്പോൾ പലയിടത്തുള്ള ആൾക്കാരെ കാണാം. അങ്ങനെ ഞങ്ങളിതേ യാത്ര തുടങ്ങി. അപ്പോൾ തന്നെ ഒരു ഫാമിലീനെ കണ്ടു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പാവർട്ടിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഡാഡിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടുണ്ടായിരുന്നു മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട്. മാർട്ടിൻ്റെ വൈഫുണ്ട് ഹാപ്പിയുടെ ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ കാലം മുമ്പ് തൊട്ട്, ഡിമ്പിളൊക്കെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് അറിയണതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഞാൻ ചെറുപ്പത്തിലേ കണ്ടത്. അവരൊക്കെ വലുതായി, അവരുടെ മക്കളും വലുതായി. അപ്പോൾ അങ്ങനെ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവരും ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ പാച്ചുവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടപ്പോൾ നമുക്ക് സന്തോഷമായിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ, അപ്പോൾ ഡോൺ എനിക്ക് കാണിച്ചു തരാം. ഡോൺ ഓൾറെഡി ഒരു പ്രാവശ്യം വന്നതുകൊണ്ട് അവനെനിക്ക് ഓരോ കൗണ്ടറുകളും കാണിച്ചു തരാം, ഇന്ന സാധനം ഇന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം കാര്യങ്ങളൊന്നും. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊന്നും, ഡിമ്പിൾ ഇന്ന് പോവും, പിന്നെ ഡിവൈൻ ഇല്ല, പിന്നെ ഞാനും ഡാഡിയും മാത്രം ഉണ്ടാവുക. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ നമുക്ക് തൊട്ടടുത്തല്ലേ, ഞങ്ങൾക്ക് 3 പെണ്ണുങ്ങൾക്ക് കൂടിയിട്ട് വന്ന് എന്തെങ്കിലും വാങ്ങിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഡോണോട് പറഞ്ഞു എന്തെങ്കിലും വേണമെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ അതിൻ്റെ പകുതി വഴിയുള്ളൂ ഇങ്ങോട്ട്. ഇപ്പോൾ കുട്ടികളെ കൊണ്ടുവരാൻ പോവായാലും അതിൻ്റെ പകുതി വഴിയിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ ഡാഡിക്ക് പ്ലേറ്റിങ്ങിൻ്റെ ആവശ്യത്തിന് പോയാലും പകുതി വഴിയിൽ ഇത് നിൽക്കണം. അപ്പോൾ എന്ത് വേണമെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കുന്ന ലാഘവത്തിൽ കയറി വാങ്ങിക്കാവുന്നതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു കാര്യമായിട്ടൊന്നും വാങ്ങിക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാമെന്ന്. അപ്പോൾ ഇത് ഫ്രൂട്ട് കട്ട്സ്, പിന്നെ നമ്മുടെ സാലഡ് ഞാൻ വാങ്ങിച്ചു. ഫ്രൂട്ട് കട്ട്സ് ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ല ഈ 2 ദിവസമുള്ളൂ. പക്ഷേ ഡോണിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആപ്പിളിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാങ്ങി. അതും പിന്നെ സാലഡും, പിന്നെ 2 തരം അച്ചാർ, അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചുള്ളൂ. സാധാരണ നമ്മളവിടെ കയറുമ്പോൾ മറ്റേ നിങ്ങൾക്കറിയാം, റിലയൻസിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കയറുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ പിള്ളേർസ് ഇല്ലാത്തതുകൊണ്ടും ഇവർ പോകുന്നതുകൊണ്ടും അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. ജസ്റ്റ് ഒന്ന് കാണുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അധികം നേരം നിൽക്കണ്ട, കാരണം കണ്ടമാനം ഏരിയ ഉണ്ട് കവർ ചെയ്യാനായിട്ട്. പക്ഷേ നല്ല തിരക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ വിശന്നിട്ടാണ് നിൽക്കണത്, ഭക്ഷണവും കഴിച്ചിട്ടില്ല. വന്ന വഴിക്ക് ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങളാണെന്ന് വെച്ചാൽ രാവിലെ കഴിച്ചതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി നിൽക്കുന്നതിൽ വലിയ കാര്യമില്ല, പിന്നീട് നമുക്ക് സമാധാനത്തിൽ വരാം. കാരണം ഇന്ന് സൺഡേ ആണ്, പിന്നെ സമയം അതാണ്, എല്ലാവരും ഇങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു മടങ്ങാം എന്ന് വിചാരിച്ചു. എന്നാലും അത്യാവശ്യം എല്ലായിടത്തും ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിക്കണ്ടു. അപ്പോൾ ഡോണിൻ്റെ കൂടെ അവൻ യാത്ര, കുറച്ച് നേരം ഡാഡിയുടെ കൂടെ നടന്നു, കുറച്ച് നേരം ഡിമ്പിളുടെ കൂടെ, കുറച്ച് നേരം മറ്റേ ട്രോളിയിലിരുന്നു. അങ്ങനെ എന്താ പറയുക, ഒറ്റയ്ക്കുള്ള അവൻ്റെ യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ തോമും ഡോണും കൂടി അന്ന് പോയതുകൊണ്ട് പിന്നെ അവനും ഇന്ന സ്ഥലത്ത് ഇന്നതുണ്ട് എന്നുള്ളത് അറിയായിരുന്നു. അപ്പോൾ സൂത്രത്തിലൊരു കിൻഡർ ജോയൊക്കെ ഒപ്പിച്ചു മൂപ്പര് കേട്ടോ. അങ്ങനെ ഇവർ പുറത്ത് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാഫ് വന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഡാഡി ബില്ലിടാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ നേരത്തുണ്ട് പാച്ചുവിനൊരു ആഗ്രഹം വാച്ച് വേണമെന്ന്. അപ്പോൾ അവനെ നമുക്കറിയാം അവിടെ ഉണ്ടാവില്ല എന്ന്. അവൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു ഡിമ്പിളിനോട് പതുക്കെ അവിടേക്കൊന്ന് കയറിപ്പൊക്കോ, കാരണം അവൻ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയല്ലോ. അങ്ങനെ അവിടെ പോയി ഞങ്ങൾ ലിഫ്റ്റ് കയറി നേരെ മുകളിൽ ചെന്നിറങ്ങി. നമ്മുടെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ പാർക്കിംഗ് ഏറ്റവും മുകളിൽ നിന്നാണല്ലോ. അവിടെ ചെന്നിറങ്ങിയപ്പോൾ അവിടെ പാർക്കിംഗ് അല്ല, അവിടെ അവരുടെ എക്സിക്യൂട്ടീവ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന്, അപ്പോഴേക്കും അതിൻ്റെ ഒരാൾ വന്നു കേട്ടോ. വന്നിട്ട് പറഞ്ഞു ഇതല്ല താഴെയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഡിമ്പിളിൻ്റെ വിശപ്പ് സഹിച്ചുകൂടാണ്ടായപ്പോൾ പനീർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പനീർ മറ്റേ എന്താ പറയുക സാലഡ്. അപ്പോൾ അത് പനീർ ഡിമ്പിളിന് സ്വതവേ ഇഷ്ടമാണ്, ഡിവൈനായാലും ഇഷ്ടമാണ്, ഡിമ്പിളിനും ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് വേഗം പെറുക്കി തിന്നു തുടങ്ങി. അപ്പോൾ ഡോൺ പറഞ്ഞു നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്യാം, തോംസൺ കസയിൽ മമ്മി കഴിച്ചിട്ടില്ലല്ലോ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞങ്ങൾ പതുക്കെ എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി തിരിച്ചത് അങ്ങോട്ടാട്ടോ. അപ്പോൾ ലൂർദ് പള്ളി വഴിയാണ്. അപ്പോൾ ലൂർദ് പള്ളി കടന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കുട്ടികളെന്നോട് പറഞ്ഞു ദേ
അവിടെ മറ്റേ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇങ്ങോട്ട് കടന്നതിന് ശേഷം പറഞ്ഞത്, അതുകൊണ്ട് എനിക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ടൗണിലൊക്കെ നല്ല തിരക്ക്, അതായത് ക്രിസ്മസിൻ്റെ ആഴ്ചയായില്ലോ, എല്ലാവരും പിന്നെ സ്കൂൾ വെക്കേഷനായി. അപ്പോൾ അതിൻ്റേതായ തിരക്ക് ടൗണിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വിചാരം ഈ സമയമല്ലേ, ഒരു 4 മണി ഒക്കെ ആയിട്ടുണ്ട്, അപ്പോൾ ഈ സമയമല്ലേ അവിടെയൊക്കെ നല്ല തിരക്ക് കുറവുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ തോംസൺ കസേലിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്ന് റോട്ടിന്നേ കണ്ടു നിറച്ച് ബ്ലോക്കും കാര്യങ്ങളായിട്ട് ഉണ്ട്. വണ്ടി ഫുള്ളാണ്, പാർക്കിങ്ങൊക്കെ ഫുള്ളാണ്, ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു അത് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല, കാരണം നമുക്ക് ഒന്നും കഴിക്കാണ്ടിരിക്കണം. കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. നമ്മുടെ ബോൾ ഗ്രേപ്സിൻ്റെ ജ്യൂസ്, പിന്നെ എന്നിട്ട് ചായ ഒക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. വിശപ്പ് അങ്ങനെ കുറയില്ല, എന്നാലും നമ്മൾ ഉച്ചയ്ക്കൊരു നേരം ഭക്ഷണം കഴിക്കണം എന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ തോംസൺ കസ വേണ്ട, നമുക്ക് നമ്മുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ പോകാം. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോഴേ പറഞ്ഞതാണ് ഫുഡ് കോർട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ സെൻറ്റ് തോമസ് തോപ്പിൻ്റെ മൂല നമ്മുടെ ഉണ്ണീശോ പള്ളി, അത് വഴിക്ക് തന്നെ തിരിച്ച് നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അപ്പോൾ ഫുഡ് കോർട്ട് എത്തുന്നതിന് മുമ്പ് ഡിമ്പിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിന് ഓൺലൈനിൽ ഷൂ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണങ്ങൾ ആവശ്യങ്ങൾ 4 കല്യാണമാണ്. 4 കല്യാണം എന്ന് പറയുമ്പോൾ അറിയാലോ, ഒരു പരിപാടി 3 ദിവസമാണ്, സമ്മതം തലേ ദിവസം, അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഒരു ഫംഗ്ഷൻ 3 ദിവസം, അങ്ങനെ 4 കല്യാണം, അപ്പോൾ 12 ദിവസം. അപ്പോൾ ഷൂ ഓൺലൈനിൽ പറഞ്ഞിട്ട് അവർ പറഞ്ഞ ഡേറ്റ് 31-ാം തീയതി. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷനുള്ളത് 30. അപ്പോൾ നമ്മൾ പറഞ്ഞു റെഡിമെയ്ഡ് കിട്ടുകയാണെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നോക്കാനായിട്ട് ബേബി ഓണിൽ പോയതാട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ്, അപ്പോൾ ഡോൺ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഡോൺ ഡ്രൈവർ സീറ്റിൽ ചെന്നപ്പോഴാണ് ഈ ഷൂവിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ തോമുവിൻ്റെ ഷൂകൾ പാകാവാത്തത് മാറ്റി പാച്ചുവിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൈയോടെ എടുത്ത് കൊടുത്തപ്പോൾ അത് മതി, കറക്റ്റാണ് അവന്. ഇപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ തോമുവിന് ഒരാൾക്ക് എടുത്തു കഴിഞ്ഞാൽ തോമുവിൻ്റെ അവിടെ നിന്ന് നേരെ പാച്ചുവിനിടാം, പാച്ചുവിൻ്റെ അവിടെ നിന്ന് നേരെ ചാക്കോച്ചിനിടാം. ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്താ പറയുക കാര്യമായിട്ടാണ്. ഇപ്പോൾ പാച്ചുവിൻ്റെ ഇന്നലെ ഇപ്പം മറ്റേ ക്രിസ്മസ് സെലിബ്രേഷൻ ഇട്ട ഷൂവ് ചാക്കോച്ചന് ഇട്ടപ്പോൾ കറക്റ്റാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഫുഡ് കോർട്ടിൽ പറവട്ടാനിയിൽ തന്നെ വന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ്, അവിടുത്തെ എഗ് ഫ്രൈഡ് റൈസ് പറയാണ്ട് വയ്യ കേട്ടോ. ടേസ്റ്റ് വൈസ് മാത്രമല്ല, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്. ശരിക്കും ഞങ്ങൾ 4 ആൾക്ക് കൂടി 3 എണ്ണമാണ് വാങ്ങിച്ചത്, പക്ഷേ ഒരെണ്ണം പാർസൽ ചെയ്ത് വീട്ടിലേക്ക് വന്നു. അതാണ് ഞങ്ങൾ ഇന്ന് രാത്രി കഴിച്ചത്, അത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ കറി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പനീർ ഓൾറെഡി വാങ്ങിയിട്ടുമുണ്ട്, കയ്യിലുമുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞു ടൊമാറ്റോ ഫ്രൈ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ടൊമാറ്റോ ഫ്രൈ. പിന്നെ ഗോബി മഞ്ചൂരിയൻ ഡോണിന് വലിയ ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ പച്ചക്കറി ആയതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് മറ്റേ പഴയ ഓർമ്മയ്ക്ക് മിഠായി ഉണ്ടായിരുന്നു, മറ്റേ ബർഫി, കോക്കനട്ട് ബർഫി, ശർക്കരയിലുള്ളത്. അപ്പോൾ അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ട്, എനിക്ക് അങ്ങനത്തെ പഴയത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരെണ്ണം വാങ്ങിക്കാൻ വലിയ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അക്കിയുടെ വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. നേരെ അക്കിയുടെ വീട്ടിൽ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം രാത്രിയിൽ ഡിമ്പിളിനെ കൊണ്ടുവന്നാക്കാം, അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത്. ഒന്നിച്ച് പോവാം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ആൻസൺ നേരത്തോടെ എത്തിയപ്പോൾ ഇന്ന് പുറപ്പെടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവന് വരാൻ നേരമില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോൺ പറഞ്ഞു എന്നാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാക്കി തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇനി അക്കിരോടേക്ക് പോകണ്ട, കാരണം അക്കിരോടെ പോയി വർത്താനം പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള സമയം ലേറ്റാവും. അപ്പോൾ ഓൾറെഡി 5 മണിയായി. അപ്പോൾ ഒരു 6-6:30 ഇറങ്ങിയാലല്ലേ അവിടെ എത്തുള്ളൂ, ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ വണ്ടിയിലിരുന്നിട്ട് അതല്ല, മെയിനായിട്ട് ഡിമ്പിളിൻ്റെ പോകേണ്ട കാര്യമാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ അവിടെ ചെന്നാലും നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാവുന്ന സാധനങ്ങൾ തന്നെയായിരുന്നു. അക്കിക്ക് പക്ഷേ ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല കേട്ടോ, മറ്റേ മയോണൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം കുറവാണ്. അങ്ങനെ എന്താ പറയുക, ഞാൻ വന്നപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെച്ചു. അപ്പോൾ ഈ സാധനങ്ങൾ ഒതുക്കുമ്പോൾ എനിക്ക് ആശയം കുറേ കുട്ടികളുണ്ട് ആൻറ്റി കൊണ്ടുവരുന്ന സാധനങ്ങൾ ഒതുക്കണത് കാണാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഓരോന്നും കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ, കുറേ പേർക്കൊരു ധാരണയുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര വില കൂടുതലാണെന്നുള്ളത്. പക്ഷെ അല്ല. പിന്നെ എനിക്കിത് പറയുമ്പോഴും വിഷമമുണ്ട് കേട്ടോ, കാരണം കുറേ കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ല എന്ന് പറയുന്നുണ്ട് സാധാരണക്കാർക്ക്. കാരണം ഞാൻ കുറേ കാരണമായില്ലേ പറയുന്നു, നമ്മളുടെ ഇങ്ങനത്തെ മോളുകൾ തുടങ്ങുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കണം, പുറമേ ഉള്ളവർക്ക് അത് വലിയൊരു നഷ്ടമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളെന്താ ചെയ്യുക. അങ്ങനെ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം.
കാരണം എന്താണെന്ന് വെച്ചാൽ പോവാത്തവരുണ്ടെങ്കിൽ പോവുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് അവിടെ പോയിട്ട് നമ്മൾ എന്ത് വാങ്ങിക്കാനാ, അല്ലെങ്കിൽ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് പറയും, അങ്ങനെയൊക്കെയുള്ളൊരു ധാരണയുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒരു സൂപ്പർ മാർക്കറ്റിലും ഇല്ല. ഇവിടെ നിന്നല്ല, ഒരു സൂപ്പർ മാർക്കറ്റുകളിലും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണോ ആവശ്യം അത് എത്ര വേണം അത്ര തരും. അപ്പോൾ ഇത് നമ്മുടെ ചെത്തുമാങ്ങയും പിന്നെ ഡേറ്റ്സിൻ്റെ അച്ചാറാണ്. അപ്പോൾ ഇത് ഒക്കെ 100 ഗ്രാം വീതമാണ് വാങ്ങിച്ചത്. അപ്പോൾ 100 ഗ്രാം വാങ്ങിച്ചപ്പോൾ 39 രൂപയും 40 എത്ര രൂപയാണ് വന്നത്. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ മുളക് പൊടി ഇങ്ങനത്തെ പാക്കിലും പിന്നെ വലിയ കനുള്ള കുപ്പിയിലാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കനുള്ള കുപ്പി ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല എല്ലതും അങ്ങനത്തെ കുപ്പികളിലാണ് വരുന്നത്. ഈ കുപ്പികൾ ഒരേ പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ റീഫിൽ ചെയ്താൽ മതി. അതായത് ഞാനിങ്ങനെ കുപ്പികൾ ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ കുപ്പി ഉപയോഗിക്കാമെന്നർത്ഥം. അപ്പോൾ ഇതൊരു ഞങ്ങൾ പറയണ കുത്തിപ്പൊടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് എനിക്ക് സങ്കടമായി. കാരണം ഇതിപ്പോൾ 153 രൂപയാണ് 100-നായത്. ഞാൻ ഇറങ്ങണ നേരത്ത് മുഴുവൻ മസാലയുടെ ഒരു സെക്ഷനുണ്ട്. അവിടെ പോയി നോക്കിയപ്പോൾ 1145 രൂപയുള്ളൂ കിലോന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 115 രൂപയേ വരുള്ളൂ. എനിക്ക് 153 രൂപയായി. ഒരു നഷ്ടമായി. പിന്നെ സാരില്ല പോട്ടേന്ന് വിചാരിച്ചു ഞാൻ. കാരണം ഡാഡി ഓൾറെഡി ബില്ലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാളംപുളി. പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ പല കാറ്റഗറിയിലുള്ള പല ബ്രാൻഡിലുള്ള സാധനങ്ങളുണ്ടാവും, പല വിലയും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന സംഭവങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുടപ്പുളി വാങ്ങി. കുടപ്പുളി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ എന്തൊട്ട് സംഭവമാണ് മറ്റേ തുവരപ്പരിപ്പ് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് പരിപ്പിൻ്റെ വില അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ തപ്പി നിൽക്കുക. അപ്പോൾ ഒരു കുട്ടി വന്ന് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ കുറവാണോ കൂടുതലാണോ ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് പുറത്തെയും വില എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ വേഗം വാങ്ങി. കാരണം നമ്മൾ അപ്പടി ലാഭം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തു നിന്ന് എല്ലാതും കൂടി വാങ്ങിക്കാനും പാടില്ലല്ലോ. ഞാൻ അങ്ങനെയൊക്കെ നോക്കി വാങ്ങിക്കുന്ന ആളാട്ടോ. അപ്പോൾ ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പാറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കുറേ പേര് വിചാരിക്കും ഇത് എന്തിനാ ഇത്ര അധികം. എന്നോടൊരു കുട്ടി പറയുകയും ചെയ്തു നിങ്ങൾ ജങ്ക് ഫുഡ് കുറേ കഴിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പം ഞാനിത് വാങ്ങിക്കാൻ മെയിൻ സംഭവം എന്താ വെച്ചാൽ കട്ട്ലേറ്റ് ഒന്ന് പതുക്കെ ഒഴിവാക്കി ഇതാവുമ്പോൾ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും പിന്നെ ആരെങ്കിലും വന്നാലും 4 എണ്ണം വറുത്ത് കൊടുക്കാനും ഒക്കെ എളുപ്പമുണ്ട്. ഇത് ഒരു പണിക്ക് ഒരിത്തിരി എളുപ്പമുണ്ട്. പിന്നെ ഇന്ന് നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇത് ക്യാപ്സിക്കം. അപ്പം നിങ്ങൾ കണ്ടറിയാം വെറുതെ 9 ഇത് ഉരുളക്കിഴങ്ങിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ വില പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 8 രൂപ അങ്ങടാന്ന് തോന്നുന്നുണ്ട്. ഇത് ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ് ഇത് ഞാൻ നോക്കിയപ്പോൾ സബോള 57 രൂപ. ഞാൻ പുറത്ത് കണ്ടു 2 കിലോ 100 രൂപ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ 2 കിലോനൊന്നും എടുക്കണ്ട, അത്യാവശ്യത്തിന് ഒരു 4 സബോള കുറച്ച് സബോള എടുത്തു. ഇത് നമ്മുടെ പച്ചമുളക് 2 വാരലെടുത്തു. കാരണം ഈ ഉണ്ടമുളകിനാണ് എരിവ്, മറ്റേ നീളമുളക് കൊള്ളില്ല. അതുപോലെ ഉള്ളി എനിക്ക് തോന്നി ഇവിടെ വില കൂടുതലാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം ഞാൻ എടുത്തു. കാരണം നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി. ഒരാളും അവിടെ നിർബന്ധിക്കില്ല എന്താ എടുക്കാണ്ട് പോണേന്നോ ഒന്നും ചോദിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ വെച്ചു. കാരണം ഡിമ്പിളിന് പോകണം എന്നുള്ള പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പോൾ ചായ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒതുക്കാൻ നിന്ന് 9:44 കണ്ടോ നമ്മുടെ വെണ്ടക്കായ. എനിക്ക് തോന്നുന്നു ഞാൻ 12 എണ്ണം എടുത്തേന്ന് തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കറിക്ക് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളും മാത്രം മതിയല്ലോ. 24-ാം തീയതി രാത്രി അതായത് 25, 26 പിന്നെ ഇവിടുത്തെ അങ്ങോട്ട് കല്യാണങ്ങളും നോമ്പ് വീടലൊക്കെ അല്ലേ. അങ്ങനെ ഇത് നമ്മുടെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തത് 4 രൂപ 48 പൈസ. നിങ്ങളിപ്പോൾ സാധാരണ ഒരു കടയിൽ പോവുകയാണെങ്കിൽ നമുക്ക് 4 രൂപയ്ക്കൊന്നും ഇത് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത്ര കുറവായിട്ട് കിട്ടില്ല. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മതി. അപ്പോൾ വേസ്റ്റ് ആവില്ല എന്നർത്ഥം. അതായത് ബാക്കി വന്നിട്ട് കളയേണ്ടി വരുന്ന ഒരവസ്ഥ വരില്ല എന്നർത്ഥം. കാരണം മത്തങ്ങയൊക്കെ നമ്മൾ എന്തോരം ഉപയോഗിക്കും. അപ്പോൾ ഇത് കുമ്പളങ്ങ 9:41 ഉണ്ടോ അത്ര ഒരു കഷ്ണം, അതായത് ഒരു ചെറിയ കുമ്പളങ്ങയുടെ പകുതി കഷ്ണം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയാണ് ഞാൻ പച്ചക്കറി ഇന്ന് വാങ്ങിച്ചത് കേട്ടോ. ഒരു 4 ഉരുളക്കിഴങ്ങും കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളക്. അപ്പോൾ ഇത് ഞാൻ ഓട്ടയുള്ള പാത്രത്തിലിട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇത് 19 രൂപയായിരുന്നു കിലോന് നമ്മുടെ തണ്ണിമത്തങ്ങ. അപ്പോൾ തണ്ണിമത്തങ്ങ ശരിക്ക് ചാക്കോച്ചനും പാച്ചുമാണ് തിന്നണ ആൾക്കാർ, 2 പേരും ഇല്ല, എന്നാലും ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇതും മനസ്സിലായി എന്തുട്ടാന്ന്. ഇന്നലെ നമ്മുടെ പുളിഞ്ചാറിൽ ഞാൻ പറഞ്ഞില്ലേ 2 സ്പൂൺ ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ കൂടെ ഇന്നലത്തെ ചോറിൻ്റെ ബാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന. അപ്പോൾ അത് ചൂടാക്കിയതാണ് ഇതിൽ കൂടെ അവർക്കുള്ള ഫുഡ്, അതായത് നമ്മുടെ പട്ടികൾക്കുള്ള ഫുഡാണ്. അപ്പോൾ ഞാൻ സാമ്പാർ ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടിൻ്റെ പൊടിയിൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാനത് ഒരു കുഞ്ഞ് പാത്രത്തിലാക്കി നാളേക്ക് കണക്കാക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ബാക്കിയുള്ളത് ആ സാമ്പാറും ഇതൊക്കെ ആക്കി വെച്ചു. സാമ്പാറും ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ നമ്മൾ ഇതൊരു തുണ്ട് കളയേണ്ട കാര്യമില്ല. കളഞ്ഞാൽ നാളേക്ക് പിന്നെ നമ്മൾ വേറെ തപ്പണ്ട. ഇതാകുമ്പോൾ നാളേക്കുള്ളതും കൂടി ഉണ്ട്.
അങ്ങനെ ദേ നമ്മുടെ പാച്ചുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് പോവാനായിട്ട് തയ്യാറെടുത്ത് തുടങ്ങി. ഇത് ഇന്നലെ വാങ്ങിയ അവൻ്റെ തൊപ്പിയാണ്, തൊപ്പി കൂടെ 2 PP പോണത്. അപ്പോൾ അത് കൈ പിടിച്ചിട്ടുണ്ട്, പക്ഷെ കൊണ്ടുപോയി ഒന്നുമില്ല കേട്ടോ, അത് ഇവിടെ വെച്ചേക്കാം. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റയ്ക്കായപ്പോൾ ഭയങ്കര എന്താ പറയുക, കൊഞ്ചലും കളിയും, പിന്നെ ശല്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ തോമു എവിടെ, ചാക്കോച്ചി എവിടെ, പിന്നെ ചാക്കോന്ന് വിളിക്കാം കേട്ടോ, ചാക്കോ എവിടെ, പിന്നെ ആദ്യം തെറ്റിയിട്ട് ആഷ്യമ്മായി എന്ന് പറയും ഡിവൈനെ, അത് കഴിഞ്ഞിട്ട് വേഗം തിരുത്തും ഡിവൈൻ എവിടെയും ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് തോമുവിനെ, വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കുക. പക്ഷെ തോമുവിന് സങ്കടമാണ് കാണുമ്പോൾ കേട്ടോ. അങ്ങനെ പാച്ചുട്ടൻ തുടയൊക്കെ കഴിഞ്ഞ കാരണം അവൻ്റേതായ ഒരു കളിയും കാര്യങ്ങളും കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു എങ്ങടാ പോണേന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ലുലുവിലേക്കാണ് പോണേന്ന്. പിന്നെ ഞാൻ പറഞ്ഞു ലുലുവിലേക്കല്ല പോണേ, ആൻസൺ വന്നിട്ടുണ്ട്, ആൻസൻ്റെ അടുത്തേക്ക് പോണേ എന്ന് പറഞ്ഞപ്പോൾ ഓക്കേ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടി കുറുമ്പനാട്ടോ ഇപ്പോൾ. കുറുമ്പെന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള കുറുമ്പുകൾ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഡിംപിളിതാ പോവാനായിട്ട് ഒരുങ്ങി. ഈ പ്രാവശ്യം ആകെ 2-3 ദിവസം തന്നെ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 26-ാം തീയതി ഡാഡിയുടെ അനിയൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അതിൻ്റെ മധുരം വെപ്പും കാര്യങ്ങളും ഹൽദിയൊക്കെ 25-ാം തീയതി വൈകിട്ടാണ്. പിന്നെ 26-ാം തീയതി ഡാഡിയുടെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ തിങ്കളും ചൊവ്വയും ഡോൺ ഈ പറഞ്ഞ പോലെ മറ്റന്നാൾ പോവും. അതിൻ്റെ പിറ്റേ ദിവസം ഈ ക്രിസ്മസിൻ്റെ അന്ന് ഡിവൈനും വരും. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ഉച്ചയോട് കൂടിയിട്ട് എല്ലാവരും വരണം, വൈകുന്നേരം നമുക്ക് ഫംഗ്ഷന് പോകണം. അങ്ങനെയാണ്. അങ്ങനെ ഡിംപിളിത കുരിശൊക്കെ വരച്ച് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഒന്നിച്ച് കൊണ്ടുവന്നാക്കാമെന്നൊക്കെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഡോൺ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല ഡാഡി, ഞാൻ തന്നെ പൊക്കോളാം, കാരണം ഡാഡിക്ക് മാച്ച് കാണണം. അപ്പോൾ പിന്നെ ഡാഡി അവിടെ ഇരുന്ന് കണ്ടു. അപ്പോൾ എനിക്കായാലും അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, കുട്ടികളില്ലാത്തപ്പോഴല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പോയില്ല. അപ്പോൾ ഡോൺ കൊണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഫ്രണ്ടിലിരിക്കണേ, പക്ഷേ അവൻ ബാക്കിൽ ഡിംപിളിൻ്റെ അടുത്താണ് കേട്ടോ ഇരിക്കണത്. ഞാൻ ജസ്റ്റ് ഇറങ്ങണ നേരത്ത് വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ ആയതാണ്. അങ്ങനെ ഡിംപിൾ ബാക്കിലിരിക്കാൻ കാരണം കുറച്ച് കഴിയുമ്പോൾ പാച്ചു ഉറങ്ങും. ഉച്ചയ്ക്ക് ഇന്ന് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ വണ്ടീൻ്റെ ബാക്കിലാവുമ്പോൾ അവനെ കിടത്തിയിട്ട് ഉറക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിലേക്ക് ഇരുന്നത് കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞ് ഡാഡി അകത്തേക്ക് കയറി വന്നപ്പോൾ അവിടെയൊക്കെ ലൈറ്റ് ഇട്ടേക്കണം. നമ്മുടെ ജൂബിയുടെ വീട്ടിൽ ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. സ്വതവേ നിറച്ചിടാറുള്ളത് ഇന്നെന്തോ പതിവിൽ വിട്ടിത്തിരി കുറവാണ് കണ്ടത്. അങ്ങനെ രാത്രിയായപ്പോൾ നല്ല ഭംഗിയായിട്ടോ ഇത് കാണുമ്പോൾ. അപ്പോൾ എന്നോട് ഡിംപിൾ പ്രത്യേകം പറഞ്ഞിട്ട് പോയേക്കാം, 2 നേരം മമ്മി കുറേശ്ശെ വെള്ളം സ്പ്രേ ചെയ്തോളോ, കാരണം മൂപ്പര് ഇതിൻ്റെ അടിയിൽ നിന്ന് പോവില്ല. കണ്ടിട്ടില്ലേ നിങ്ങൾ, കാലത്തും ഉണ്ടാവും വെള്ളം ഒഴിച്ച് അതിൻ്റെ ചുറ്റും സ്പ്രേ ചെയ്ത്, വൈകിട്ടും ഇത് തന്നെ അവൾക്കൊരു പണി. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട്, മമ്മി നാളെ മറക്കാണ്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശരി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ മണി 7 അപ്പോൾ 7 മണിയായപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലേറ്റായി ഇവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നതോടുകൂടി ഞാൻ ഡാഡിയോട് പറഞ്ഞു വേഗം ഫുഡ് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞില്ല 1 എണ്ണം ബാക്കി വന്നു എന്ന് പറഞ്ഞില്ലേ, ആ ഫ്രൈഡ് റൈസും സാലഡുകൾ നമ്മൾ വാങ്ങിയതുണ്ടായിരുന്നല്ലോ, അതും അച്ചാറൊക്കെ കൂടെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞതായി ഒരു ഓറഞ്ച്, നല്ല ഓറഞ്ച് കേട്ടോ, ഇപ്രാവശ്യത്തെ ഓറഞ്ചൊക്കെ നല്ല മധുരം കേട്ടോ. അങ്ങനെ ഞാൻ ഇവർക്ക് ഫുഡ് വയ്ക്കാൻ വന്നപ്പോൾ 3 ആളും ശരിക്കും കിടന്നു. ഇപ്പം ഇങ്ങനെയാണ് ഇവരുടെ കിടപ്പ്. മറ്റേത് നീളനെ ബെഞ്ചല്ലായിരുന്നേ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നു കേട്ടോ. ഈ സൈഡിൽ നെറ്റ് അടിച്ചു നമ്മൾ കേട്ടോ. നെറ്റ് അടിക്കല്ല, ഡാഡിയുടെ പക്കം ഒന്ന് കെട്ടി വെച്ചതാണ്. അതുകൊണ്ട് ഇവർക്ക് ഇറച്ചി പകലായാലും വെച്ച് കൊടുക്കാം. മറ്റേത് എങ്ങനെയാണെന്ന് ഇറച്ചി വെച്ച് കൊടുത്താൽ ഈ കാക്കയുടെ ഭയങ്കര ശല്യം. ഇപ്പം അതില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അവരുടെ സൈഡൊന്ന് മാറ്റി, അങ്ങേ സൈഡിലായി പകൽ മുഴുവൻ, ഇങ്ങേ സൈഡ് ഫ്രീ ആക്കി വിട്ടേക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കംപ്ലീറ്റ് ക്ലീനായപ്പോൾ പച്ചമുളക് ഞാൻ കഴുകി വെച്ചത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. കാരണം നാളേക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് വെള്ളം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് ബോക്സിലാക്കി വെക്കാമല്ലോ. സമയം 11:15 അപ്പോൾ ഡോൺ ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോളിൽ കടന്നു എന്ന് മെസ്സേജ് വന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എത്തും എന്നുള്ളത്. അപ്പോൾ വന്നതിന് ശേഷം വിശേഷമൊക്കെ അറിഞ്ഞിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഡോർ അടയ്ക്കാൻ പോയപ്പോഴാണ് ഓർമ്മ വന്നത്, ഡിംപിളിൻ്റെ റൂമിൽ ഇനി വല്ല ലൈറ്റോ ഫാനോ പൈപ്പോ തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഒന്ന് നോക്കണമല്ലോ. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഇങ്ങോട്ട് നോക്കില്ലല്ലോ. അപ്പം നോക്കിയപ്പോൾ എല്ലാതും അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റ് എല്ലാതും നോക്കിയിട്ട് പോയേക്കണം. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ. മറ്റേ എന്തിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അതുമ്പോൾ കണ്ടത്. ഇത് നമ്മുടെ ട്വിക്സി പാവന് ഇതാണ് വേണ്ടത്. ഇതിൻ്റെ ചെറിയ പാവനെയും കൊണ്ട് മൂപ്പര് പോയേക്കണേ. അപ്പോൾ റോമ ചേച്ചി എന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇത്
ഞാൻ നോക്കിയപ്പോൾ കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒതുക്കിയിട്ട്, അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഷിഞ്ഞതുണ്ടെങ്കിൽ ഇടാനോ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ തുറന്നത്. അപ്പോൾ നോക്കിയപ്പോൾ ഒന്നും വേണ്ടി വന്നില്ല, എല്ലാതും ഒതുക്കിയിട്ടിട്ട് തന്നെയാണ് പോയേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വല്ലപ്പോഴാണ് ഈ റൂമിലിങ്ങനെ ഒറ്റയ്ക്ക് കയറുക. നമുക്ക് ഇങ്ങനെ ഈ റൂമിൽ ഒറ്റയ്ക്ക് കയറുമ്പോൾ കുറേ ഓർമ്മകളാണ്. കാരണം പ്രസവിച്ച് കുട്ടികളില്ലാണ്ട് ഡിമ്പിൾ വന്ന് കിടക്കണതും, പിന്നീട് പാച്ചുട്ടൻ വന്നപ്പോഴത്തേക്ക് ശരിക്ക് ഇപ്പം 3 വർഷം കറക്റ്റാവും. ഈ സമയത്ത് ഈ ക്രിസ്മസിനാണ് അവൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കാണിച്ചത്. അപ്പോൾ അതൊക്കെയാണ് എപ്പോഴും ഓർമ്മ. അപ്പോൾ ഇവരാരും ഇല്ലാത്തപ്പോഴാണ് ഞാൻ ആ മുറിയിൽ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ എന്താ പറയുക, നല്ല നല്ല ഓർമ്മകൾ, നല്ലതല്ല കുറേ വേദനിപ്പിക്കുന്ന ഓർമ്മകളും കുറേ നല്ല ഓർമ്മകളും ഒക്കെ ഉണ്ടാവും. ഞാനും മറിയാമ്മയും അപ്പുറം ഇപ്പുറം കിടക്കണതും ഡിമ്പിൾ മുകളിൽ കിടക്കണതും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിമ്പിളുടെ പ്രഗ്നൻസി ടൈം എന്ന് പറഞ്ഞാൽ ഒപ്പം ഓർക്കുക മറിയാമ്മേനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷം കേട്ടോ. അപ്പം ഇനിയും ബാക്കി വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. അപ്പോൾ ഇറച്ചി മീനൊക്കെ വേഗം വാങ്ങി സ്റ്റോക്ക് ചെയ്ത് തുടങ്ങിക്കോ. 2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസായി.